കീർത്തനെ ഇങ്ങോട്ട് നോക്ക്. എപ്പോഴും നമ്മൾ റീൽസ് അല്ലേ എന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്തല്ലേ. നമ്മുടെ അച്ചാമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇല്ലേ, വേപ്പല ചിക്കൻ. അത് ഉണ്ടാക്കിയാലേ നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കും. എന്താടി നിന്റെ അച്ചാമ്മയുടെ പോന്നല്ലേ ഞാനും. അച്ചാമ്മയുടെ വായ്പുണ്യം കുറച്ചെങ്കിലും കിട്ടാണ്ടിരിക്കോ? ഉണ്ടാക്കിയാലേ. ഞാൻ മുറ്റത്ത് നിങ്ങൾ കയറി വരുമ്പോൾ ഒരു കോഴിയോടെ ഇപ്പം ഉണ്ടായിരുന്നല്ലോ, അതാറേ തട്ടിയാലേ. നമ്മുടെ വീട്ടിലേക്ക് കോഴി വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ അപ്പം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഇത്തട കോഴീനെ തട്ടിയെടുത്ത് ഇപ്പോൾ വരാം. ഓക്കെ. അപ്പം അപ്പുറത്തെ വീട്ടിലെ ഇത്തട കോഴീനെ ഞങ്ങൾ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേപ്പല ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു 3-4 തക്കാളി അരിഞ്ഞെടുത്ത് ഇടുക. ഇനി കുറച്ച് ഉലുവപ്പൊടി, ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രധാന ഐറ്റംസ് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണേ. കീർത്തന ഉപ്പിട്ട്. ഇനി കുറച്ച് നേരം കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് അലിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഏകദേശം നന്നായിട്ട് അലിപ്പിട്ടിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കുക. കീർത്തനെ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക. കീർത്തനെ അച്ചാമ്മ ഉണ്ടാക്കണ പോലെ ആവുമെന്നറിയാൻ പാടില്ല, നമുക്ക് ശ്രമിച്ച് നോക്കാം. മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾ ആണുങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ സംഭവമാണ്. അത് വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, എന്നാൽ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റുമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെക്കുക, ഒന്ന് സെറ്റാവാൻ വേണ്ടി. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ അടുപ്പത്ത് വെക്കാം. നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. തുറന്ന് വെക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. ഈ വെന്ത് ഉടഞ്ഞു പോകാണ്ടിരിക്കുക. ഓക്കെ. വേപ്പല ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വാവ്, വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആദ്യം ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ വേപ്പല ചിക്കൻ സെറ്റായി. നിസ്സാര പണി, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. കീർത്തനെ ടേസ്റ്റ് നോക്കിയേ, അച്ചാമ്മ ഉണ്ടാക്കണ പോലെ ആയാൽ നോക്കിയേ. എങ്ങനെയുണ്ട്? അച്ചാമ്മ ഉണ്ടാക്കണ പോലെ ആയാൽ അല്ലെങ്കിൽ അതിന് സൂപ്പറായ? ഏകദേശം അച്ചാമ്മയുടെ പോലെ അത്ര ആയിട്ടില്ലേ? ഇനി ഒരു കാര്യം ചെയ്യ്, ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി എടുത്തിട്ടേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഇത്തൊക്കെ കുറച്ച് കൊടുത്തേക്ക് കേട്ടാ. അമ്മ വേണ്ടി ചിക്കനാന്ന് പറഞ്ഞാൽ മതി. അമ്മയുടെ വേപ്പല ചിക്കൻ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേപ്പല ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി വെക്കുക, ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് വെക്കുക. അടിപൊളിയാണ്, അടിപൊളി, സൂപ്പർ. എല്ലാവരും കീർത്തനെ സത്യം പറഞ്ഞോ?